നമസ്കാരം, ഞാൻ ഡേസൺ ജോസഫ്. വെൽക്കം ടു അനദർ വീഡിയോ. ഒരുപാട് ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ എത്ര കാലം തുടർന്നാലാണ് വളരെ മികച്ച ഒരു റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ ഈ പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ്, അല്ലാതെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ലിക്വിഡ് ഫണ്ടിന്റെയോ ഡെപ്റ്റ് ഫണ്ടിന്റെയോ കാര്യമോ അല്ല പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളിൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ഓൾറെഡി ഉള്ള ആളുകൾ ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചിട്ട് എത്ര കാലമായി എന്നുള്ള കാര്യം ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കുക. ഈ മ്യൂച്വൽ ഫണ്ടുകൾ ലോങ് ടൈമിലേക്ക് നിക്ഷേപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടമാണ് എന്ന കാര്യം അറിയാമല്ലോ. പക്ഷെ മിക്ക ആളുകളും ഈ ലോങ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 year എബോവ് എന്ന ഒരു കാലഘട്ടമാണ്. ഇനി കുറേ പേരൊക്കെ 5 year ആണ് ഈ ലോങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്താണ് ഈ ലോങ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുക? അതുപോലെ തന്നെ എത്ര കാലം നിക്ഷേപം തുടർന്നാലാണ് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് വളരെ മികച്ച റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക? ഈ കാര്യങ്ങൾ ഏറ്റവും വ്യക്തമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഈ ചെറിയ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കുമ്പോൾ അതിപ്പം SIP ആണെങ്കിലും ശരി, ലംസോ ആണെങ്കിലും ശരി, നമ്മളൊരു യാത്ര ആരംഭിക്കുകയാണ്. എന്ത് യാത്ര? ഇൻവെസ്റ്റ്മെന്റ് ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്ഷേപ യാത്ര. ഈ യാത്രയുടെ ആദ്യത്തെ 3 വർഷങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അൺസർട്ടൈനിറ്റി ഫേസ്. ഈ ഒരു കാലഘട്ടം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. ഈ ഒരു കാലഘട്ടം കാറും കോളും നിറഞ്ഞ കാലാവസ്ഥയാകാനും യാത്ര ദുർഘടമായ പാതകളിലൂടെ ആകാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല ആളുകളും ഈ ഒരു സ്റ്റേജിൽ യാത്ര അവസാനിപ്പിച്ച് ഓടി ഒളിക്കാറുമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇറക്കങ്ങൾ, കറക്ഷനുകൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിനെ ഏറ്റവും അധികം പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സമയം ഇതാണ്. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ക്യാപിറ്റലിന് ഒരു സേഫ്റ്റി ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു സമയമാണിത്. റിട്ടേൺ എന്ന് പറയുന്നത് വളരെ കുറവാക്കാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നിങ്ങളുടെ പോർട്ട്ഫോളിയോ ചുമന്നിരിക്കുന്നതായിട്ട് നിങ്ങൾ കാണാറുണ്ട്. ലോസ് ആയിരിക്കും പലപ്പോഴും ഉണ്ടാവുക. ടെമ്പററി ലോസ് ആണ് ശരിക്കും ഇത്. അപ്പം നിങ്ങൾ 3 വർഷം വരെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന ഒരു കാഴ്ചപ്പാടിലാണ് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിച്ചത് എങ്കിൽ അത് ശരിക്കും നല്ല ഒരു കാര്യമല്ല. ഈ ഒരു അൺസർട്ടനിറ്റി ഫേസ് മാത്രമേ നിങ്ങളിവിടെ കാണുന്നുള്ളൂ. അത് മോശം സമയമാണ് എന്നുള്ള കാര്യം പറഞ്ഞും കഴിഞ്ഞു. നല്ല സമയം വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. ഇനി ഈ യാത്രയുടെ 3 വർഷം മുതൽ 5 വർഷം വരെയുള്ള ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഇതിനെ പറയുന്ന പേരാണ് ഗ്രോത്ത് സ്റ്റേജ്. നിങ്ങളുടെ യാത്ര കുറച്ചുകൂടി അങ്ങോട്ട് മെച്ചമാകുന്ന ഒരു സമയമാണിത്. ഒന്നാമത്തെ സ്റ്റേജിലെ അനുകൂലമല്ലാത്ത കാലാവസ്ഥ കണ്ട് യാത്ര അവസാനിപ്പിക്കാതിരുന്നത് ബുദ്ധിയായി പോയി എന്ന് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ തോന്നും കേട്ടോ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പതുക്കെ ഗ്രോത്തിലോട്ട് പോകുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ചാഞ്ചാട്ടങ്ങളോടെയാണ് ഗ്രോത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ റിസ്ക് അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഒഴിവായി എന്നും പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റ് ജേർണിയുടെ 5 വർഷം മുതൽ 7 വർഷം വരെയുള്ള ടൈം പീരീഡ്, ഇതിനെ പറയുന്ന പേരാണ് സ്റ്റെബിലിറ്റി ബിൽഡിംഗ് സ്റ്റേജ്. നിങ്ങൾ കുറച്ചുകൂടി നല്ല പാതയിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചുകൂടെ സുഗമമാണ് ഇപ്പോൾ യാത്ര. കൂടുതൽ മികച്ച ഗ്രോത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മാർക്കറ്റ് സൈക്കിൾ നമുക്കറിയാം. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നത് എങ്കിലും അത് സ്ട്രെയിറ്റ് ലൈനിലല്ലല്ലോ മുകളിലോട്ട് പോകുന്നത്. പിന്നെ എങ്ങനെയാ? കയറ്റിറക്കങ്ങളോടെയാണ്, ഇറങ്ങിയും കയറിയുമാണ് ഇത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സൈക്കിൾ പൂർത്തിയാകുന്നത് ഈ ഒരു ടൈം പീരീഡിലാണ്. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പക്വത കൈവരിക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ്. ഈ സമയത്ത് പക്വതയിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ യാത്രയുടെ അടുത്ത സ്റ്റേജ്, അത് 7 വർഷം മുതൽ 10 വർഷം വരെയുള്ള ആ ഒരു കാലഘട്ടമാണ്. ഇതിനെ പറയുന്ന പേരാണ് വെൽത്ത് ക്രിയേഷൻ സ്റ്റേജ്. ഈ ശരിക്കും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ആകർഷണീയതയായിട്ട് എടുത്തു പറയുന്നത് കോമ്പൗണ്ടിങ് എഫക്റ്റ് ആണല്ലോ. അപ്പൊ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ ആ കോമ്പൗണ്ടിങ് എഫക്റ്റ് ശരിക്കും അങ്ങോട്ട് വിസിബിൾ ആകുന്നത്, കോമ്പൗണ്ടിങ് എന്താണെന്ന് നമുക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ചാഞ്ചാട്ടങ്ങളുണ്ട്. സ്ട്രെയിറ്റ് ലൈനിലായിരിക്കില്ല മുകളിലോട്ട് പോവുക. ചാഞ്ചാട്ടങ്ങളുണ്ട്.
പക്ഷേ ലോസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ നല്ല രീതിയിൽ കുറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഇല്ലാണ്ടായിരിക്കുന്നു. ശരിക്ക് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ഈ ഒരു ടൈം പീരീഡ് മുന്നിൽ കണ്ടു വേണം ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയെങ്കിലും. ഇനി നമ്മുടെ യാത്രയുടെ 10 വർഷത്തിന് മുകളിലോട്ടുള്ള ഭാഗം, അത് എത്ര വേണേലും മുകളിലോട്ട് പൊക്കോട്ടെ, ഈ ഒരു സ്റ്റേജിനെ പറയുന്ന പേരാണ് പവർ ഗ്രോത്ത് സ്റ്റേജ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിൽ കോമ്പൗണ്ടിങ് എന്ന് പറയുന്ന സാധനം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ കോമ്പൗണ്ടിങ്ങിനെ പറ്റി. അത് അതിന്റെ പൂർണ്ണ രൂപത്തിൽ പ്രകടമായി തുടങ്ങും. ഏറ്റവും നല്ല രീതിയിൽ അത് വർക്ക് ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമാണിത്. ഷോർട്ട് ടൈമിൽ ഉണ്ടാകുന്ന ക്രാഷുകളും ഇറക്കങ്ങളും ഒന്നും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ കാര്യമായിട്ട് ബാധിക്കാത്ത ഒരു ടൈമാണിത്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് മികച്ച റിട്ടേൺ, ഇൻഫ്ലേഷനെ ഏറ്റവും നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു ബെസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ബെസ്റ്റ് സ്റ്റേജ് ആണ് ഈ 10 ഇയറിന് മുകളിലോട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജുകളാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണിയിലുള്ളത്. അപ്പൊ ആദ്യത്തെ 3 വർഷം ലോങ് ടൈം ആണോ? അല്ല. അതെന്ത് മാത്രമാണ്? അൺസർട്ടൈനിറ്റി ഫേസ് മാത്രമാണ്. 5 വർഷം വരെ എന്ന് പറയുമ്പോൾ അതൊരു ഗ്രോത്ത് സ്റ്റേജിലേക്ക് എത്തി എന്ന് മാത്രം. 5 വർഷം വരെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. സാധാരണ നമ്മുടെ കൺസർവേറ്റീവ് ആയ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ കിട്ടുകയും ചെയ്യും. എന്നാൽ അതിന്റെ ശരിയായ ഒരു പവർ, കോമ്പൗണ്ടിങ് എഫക്ട് നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മൾ 7 ഇയർ എബോവിലേക്കെങ്കിലും നമ്മുടെ നിക്ഷേപം തുടരണം. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.